ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലുടനീളം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിന് അത്രയും വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല, എന്നാൽ നല്ല മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവബിളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിലുടനീളമുള്ള ഒരു വൃക്ഷമാണല്ലേ തെങ്ങ്. ആ തെങ്ങിൻ്റെ ഓല വേസ്റ്റായി ഉണങ്ങിപ്പോകുന്ന ആ ഓല ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് നമുക്കിന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. സ്ട്രോസ്, ഓല ഉപയോഗിച്ച് നമുക്ക് സ്ട്രോസ് ഉണ്ടാക്കി എങ്ങനെ വിപണിയിൽ എത്തിക്കാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പ്രീമിയം ആയിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സ്ട്രോകൾക്ക് പകരം ഇപ്പോൾ ഇങ്ങനത്തെ സ്ട്രോകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം പലയിടത്തും പ്ലാസ്റ്റിക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് ബാൻ ചെയ്ത രാജ്യങ്ങൾ വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും പ്ലാസ്റ്റിക് സ്ട്രോകൾക്ക് പകരം പേപ്പർ സ്ട്രോകൾ യൂസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസൊക്കെ ഉണ്ട്. പക്ഷേ പേപ്പർ സ്ട്രോകൾ വേഗം ഇങ്ങനെ കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിലും യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഓല കൊണ്ടുള്ള സ്ട്രോ. കാരണം അത് അത്രയും പെട്ടെന്ന് നനഞ്ഞ് കുതിർന്നു പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കൺവേ ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഓലയുടെ പ്രൊഡക്റ്റ്. അത് നമുക്ക് പ്രീമിയം ഹോട്ടൽസിൽ കൊടുക്കാം, ചെറിയ ചെറിയ കഫേയിൽ കൊടുക്കാം. എല്ലാ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ഏത് മേഖലയിൽ വേണമെങ്കിലും ഇതിപ്പോൾ അവൈലബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം അത്രയധികം ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ് അത്രയധികം വിപുലമായി തുടങ്ങിയിട്ടില്ല നമ്മുടെ കേരളത്തിൽ. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.